നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന പല കാര്യത്തെ പറ്റിയും സംസാരിക്കാറുണ്ട്. വല്ലാതെ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന സ്ട്രെസ്. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് പൊളിറ്റിക്കൽ ഐഡന്റിറ്റിക്ക് അപ്പുറമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടി ഐഡന്റിറ്റി മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സുകൾ എന്ന് പറയാം. നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ മെമ്പർ ആവണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്കൊരു പാർട്ടിയോട് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടി എടുക്കുന്ന ചില നിലപാടുകൾ, ആ പാർട്ടിയിലെ മെമ്പേഴ്സ് ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളെയൊക്കെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ എന്തുണ്ടാക്കുന്നുണ്ട്? നമുക്ക് ചിലപ്പോഴൊക്കെ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും നമുക്ക് അറിയുന്നുണ്ടാവും ഇത് ശരിയല്ലല്ലോ, ഇത് അവർ പറഞ്ഞത് തെറ്റല്ലേ എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലായിട്ട് നമുക്ക് ആ പാർട്ടിയോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് നമ്മളുടെ കേൾക്കും നേരിട്ട് എന്ന് പറയുന്നുണ്ടാവും, നിങ്ങളെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ. അപ്പം നമുക്ക് എന്താണ് ന്യായീകരിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. ഇത് തമാശയായിട്ട് എടുക്കുന്നവരുണ്ട്, പക്ഷെ ചിലർക്ക് അത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവർ ചിലപ്പം കൈ തുളക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ കൃത്യമായിട്ടും അതിനുള്ള തെളിവുകൾ ഉണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ അതിനെ പിന്നെ അവര് ന്യായീകരിക്കുമ്പോൾ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയോട് താല്പര്യമുള്ള എല്ലാവരും അതിനെ ന്യായീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഞാൻ പറയുന്നത് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകണമെന്നൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം ഉണ്ടാവണം. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമൊക്കെ ആവാം. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകൾ, നമ്മളെ കാഴ്ചപ്പാട് മരവിപ്പിക്കുന്നതാവരുത്. നമ്മളുടെ അഭിപ്രായങ്ങളും സത്യം എന്താന്നുള്ളതും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക് പാർട്ടിയോടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയോടുള്ളതാണെങ്കിലും നമ്മളുടെ നിലപാടെന്ന് പറയുന്നത്. പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് പബ്ലിക് സെർവൻസ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താന്ന് വെച്ചാൽ പബ്ലിക് പൊളിറ്റീഷ്യൻസിന്റെ സെർവൻസ് ആയിട്ട് മാറുന്നതാണ്.